ആസാം, ബംഗാൾ, തമിഴ്നാട്, കേരളം 4 സംസ്ഥാനങ്ങളിൽ ഈ വർഷം ആദ്യം, ശരിക്കു പറഞ്ഞാൽ ഏപ്രിൽ മാസത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് നിയമസഭകളിലേക്ക്. ആസാമിൽ നിലവിൽ ഭരണം BJPക്കാണ്. ഹിമന്ത ബിശ്വാസാണ് അവിടെ മുഖ്യമന്ത്രി. ബംഗാൾ ഭരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ്സാണ്. മമതാ ബാനർജിയാണ് അവിടെ തൃണമൂലിൻ്റെ നേതാവ്, മുഖ്യമന്ത്രി. തമിഴ്നാട്ടിൽ നമുക്കറിയാം DMKയുടെ ഭരണമാണ് MK സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ. കേരളത്തിലാകട്ടെ CPM ഭരണം, CPM നേതൃത്വത്തിലുള്ള LDF ഭരിക്കുന്നു. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഔപചാരികമായ ഇടപെടലുകളോ പ്രഖ്യാപനങ്ങളോ പ്രസ്താവനകളോ ഒന്നും വന്നിട്ടില്ലെങ്കിലും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നൽകുന്ന സൂചന അനുസരിച്ച് ഏപ്രിൽ 2ാം വാരത്തിൽ കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും മെയ് 7-ാം തീയതിക്ക് മുമ്പ് ഈ 4 സംസ്ഥാനങ്ങളിലെയും വോട്ടെടുപ്പ് പൂർത്തിയാക്കണം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ മെയ് പകുതി കഴിയുമ്പോൾ വോട്ടെണ്ണൽ നടക്കുകയും ഫലം പ്രഖ്യാപിക്കുകയും ചെയ്യും. മെയ് അവസാന വാരത്തോടെ പുതിയ മന്ത്രിസഭകൾ ഈ 4 സംസ്ഥാനങ്ങളിലും അധികാരമേൽക്കുമെന്നും നമുക്ക് കരുതാം. ആസാമിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ നിലവിലെ BJP സർക്കാർ, അതായത് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വാസിൻ്റെ നേതൃത്വത്തിൽ, ഹിമന്ത ബിശ്വാസ് ശർമ്മയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ തന്നെ തുടരും എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ജനപ്രിയ നടപടികളിലൂടെയും അഴിമതിരഹിത ഭരണം കാഴ്ചവെച്ചും സർവോപരി ഈ ആസാമിനെ നുഴഞ്ഞുകയറ്റക്കാരിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കടുത്ത നടപടികളിലേക്ക് പോവുകയും ചെയ്തുകൊണ്ട് ഹിമന്ത ബിശ്വാസ് ആസാമികളുടെ വിശ്വാസം എടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹിമന്ത ബിശ്വാസിനും BJPക്കും ആസാമിൽ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നാണ് പൊതുവെ ഉള്ള വിലയിരുത്തൽ. മുഖ്യ രാഷ്ട്രീയ നിരീക്ഷകരും തെരഞ്ഞെടുപ്പ് വിദഗ്ധരും ഒക്കെ ആസാമിൽ BJPയുടെ അനായാസ വിജയം പ്രതീക്ഷിക്കുന്നു. അവിടെ തരുൺ ഗൊഗോയിയുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അവിടെ പ്രതിപക്ഷത്തെ ചലിപ്പിക്കുന്നത് തരുൺ ഗൊഗോയിയാണ്. പക്ഷേ തരുൺ ഗൊഗോയിക്ക് വിചാരിച്ചതുപോലെ ആസാമിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. കോൺഗ്രസ് അവിടെ വലിയ പ്രതിസന്ധി നേരിടുന്നു. ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ തീപ്പൊരി നേതാവായിരുന്ന ഹിമന്ത ബിശ്വാസ് ഇന്ന് മറുകണ്ഠം ചാടി BJPക്കൊപ്പം നിൽക്കുന്നു. അദ്ദേഹം BJPയുടെ ജീവാത്മാവും പരമാത്മാവുമായി ആസാമിൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. തൻ്റെ പ്രധാന എതിരാളി തരുൺ ഗൊഗോയ് ആണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഹിമന്ത ബിശ്വാസ് അവിടെ രാഷ്ട്രീയ അടവു നയങ്ങൾ പയറ്റുന്നത്, യുദ്ധതന്ത്രങ്ങൾ ഒരുക്കുന്നത്. തരുൺ ഗൊഗോയുമായിട്ട് കോൺഗ്രസിൽ നിൽക്കുന്ന കാലത്ത് തന്നെ വലിയ പ്രശ്നങ്ങൾ ഹിമന്ത ബിശ്വാസ് ശർമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അന്ന് ഹൈക്കമാൻഡ് തരുൺ ഗൊഗോയ്ക്കൊപ്പമായിരുന്നു. ഹിമന്തയെ വേണ്ടത്ര പരിഗണിച്ചില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വലിയ വില കൊടുത്തില്ല. തദ്ദേശീയവാദവും ഹിന്ദുത്വവും ഒക്കെ ഹിമന്ത ബിശ്വാസിന് അന്നു മുതലേ തുറുപ്പുചീട്ടുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം കോൺഗ്രസ് ഹൈക്കമാൻഡിന് അനഭിമതനായി എന്നാണ് പൊതുവേ ഉള്ള വിലയിരുത്തൽ. എന്തായാലും കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ആ ഒരു അപ്രീതി അല്ലെങ്കിൽ അവരുടെ ഒരു അതൃപ്തി സഹിക്കവയ്യാതെ താൻ കോൺഗ്രസ് വിട്ടു എന്നാണ് ഹിമന്ത ബിശ്വാസ് പ്രഖ്യാപിച്ചത്. അദ്ദേഹം നേരെ BJP പാളയത്തിലെത്തുകയും സർബാനന്ദ സോനോവാളിൻ്റെ കീഴിൽ ഒരു ഉപമുഖ്യമന്ത്രിയായി തുടരുകയും ചെയ്തു. പിന്നീട് സർബാനന്ദ സോനോവാൾ കേന്ദ്രമന്ത്രിയായി മാറുകയും ആസാമിൻ്റെ ഭരണം BJP ഹിമന്ത ബിശ്വാസിനെ വിശ്വസിച്ച് ഏൽപ്പിക്കുകയും ചെയ്തു. ആ വിശ്വാസം ഹിമന്ത ബിശ്വാസ് തകർത്തില്ല. അത് പൂർവാധികം ശക്തിയായിട്ട് BJPയെ അവിടെ വളർത്തിയെടുക്കുന്നതിൽ ഹിമന്ത ബിശ്വാസിന് വിജയം നേടാനായി. ഇതാണ് ആസാമിലെ പൊതുവെയുള്ള ഒരു ചിത്രം. അതുകൊണ്ട് തന്നെ അവിടെ വലിയ രീതിയിൽ ബംഗ്ലാദേശികളായ ആൾക്കാരെ, നുഴഞ്ഞു കയറിയവരെ അവിടെ നിന്ന് ആ ബംഗ്ലാദേശിലേക്ക് മടക്കി അയക്കുന്നതിൽ ഹിമന്ത ബിശ്വാസിന് വലിയ നേട്ടം അവകാശപ്പെടാനുണ്ട്. ദീബ്രു പോലെയുള്ള ജില്ലകളിൽ നിന്ന് വലിയ രീതിയിൽ കൂട്ടമായി ആയിരക്കണക്കിന് ആൾക്കാർ അതിർത്തി കടന്ന് ബംഗ്ലാദേശിലേക്ക് മടങ്ങുന്ന കാഴ്ച പതിവാണ്. അതുകൊണ്ട് തന്നെ ഹിമന്ത ബിശ്വാസ്
അവിടെ ഈ നുഴഞ്ഞുകയറ്റക്കാരെ ഒഴിപ്പിച്ച് ആസാമികളുടെ ഭൂമി ആസാമികൾക്ക് എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്നതിനാൽ അനായാസ ജയം BJPക്ക് അവിടെ ലഭിക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ശരിയായ മത്സരം നടക്കുന്നത്, ശരിയായ തിരഞ്ഞെടുപ്പ് പോര് നടക്കുന്നത് ബംഗാളിലാണ്. അവിടെ കഴിഞ്ഞ 15 വർഷമായിട്ട് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. കഴിഞ്ഞ തവണ അവിടെ BJP 77 സീറ്റുമായിട്ട് പ്രതിപക്ഷത്തെത്തി. ഇന്ന് അവിടെ പ്രതിപക്ഷ നേതൃസ്ഥാനം BJPക്കാണ്. എന്നാൽ ബംഗാളിലെ പരിതസ്ഥിതികൾക്ക് വലിയ മാറ്റമുണ്ട്. അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ ആകെ മറിഞ്ഞിരിക്കുന്നു എന്നാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. മമതയ്ക്കെതിരെ ജനരോഷം ശക്തമാണ്. മമതയുടെ നഗ്നമായ മുസ്ലിം ന്യൂനപക്ഷ പ്രീണനം മമതയെ വലിയ ഊരാക്കുടുക്കിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഒരു കാലത്ത് ബംഗാളിലെ അനിഷേധ്യ നേതാവായിരുന്നു മമതാ ബാനർജി. കോൺഗ്രസ് വിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്നയാളാണ് മമതാ ബാനർജി. അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ മലയാളിയായ ശ്രീ രമേശ് ചെന്നിത്തലയാണ് എന്നുകൂടി നമ്മൾ ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കണം. അങ്ങനെയുള്ള ആ മമതാ ബാനർജി കോൺഗ്രസ് വിട്ട് പുറത്തു വന്ന് തൃണമൂൽ കോൺഗ്രസ് രൂപീകരിക്കുകയും ബംഗാളിൽ ഇടതുപക്ഷത്തിന് ശക്തമായ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വരികയും ചെയ്തു. നമുക്കറിയാം 98-99 കാലത്തൊക്കെ വാജ്പേയി സർക്കാരിൽ അവർ റെയിൽവേ മന്ത്രിയായിരുന്ന കഥയൊക്കെ നമുക്കറിയാം. പിന്നീട് അവിടെ നിന്ന് 2004 ശേഷം BJPയുമായിട്ടുള്ള ബാന്ധവം ഉപേക്ഷിച്ച് മമത സ്വതന്ത്രമായി നിന്നു. നന്ദിഗ്രാം സിംഗൂർ വിഷയങ്ങൾക്ക് ശേഷം അവിടെ വലിയ രീതിയിൽ ഇടതുപക്ഷത്തിനെതിരെ ഒരു കൊടുങ്കാറ്റായി ആഞ്ഞടിക്കാൻ മമതയ്ക്ക് കഴിഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് 2011 അവിടെ അധികാരമാറ്റം സംഭവിച്ചു. നീണ്ട 35 വർഷത്തെ ഭരണത്തിൽ നിന്ന് CPMനെ LDFനെ അവിടുത്തെ ജനങ്ങൾ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ വലിച്ച് താഴെയിട്ടിട്ട് ആ പദവിയിലേക്ക്, ആ മുഖ്യമന്ത്രി കസേരയിലേക്ക് മമതാ ബാനർജിയെ പിടിച്ചിരുത്തി. അന്ന് തുടങ്ങി മമതയുടെ മുഖ്യ ശത്രു CPM ആയി. ഇന്ന് ഏതാണ്ട് ഒരു 6-7 വർഷം അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴാണ് അവിടെ CPMന് നിൽക്കക്കള്ളിയില്ല. കാരണം എവിടെ വെച്ച് കിട്ടിയാലും തൃണമൂലിൻ്റെ ഗുണ്ടകൾ CPM നേതാക്കളെ ആക്രമിക്കുന്നു, അടിച്ചോടിക്കുന്നു, അവരുടെ ഓഫീസുകൾ പിടിച്ചെടുക്കുന്നു, പാർട്ടി ഓഫീസുകൾ തൃണമൂലിൻ്റേതാക്കി മാറ്റുന്നു. അവിടെയൊക്കെ പലതരത്തിലുള്ള ഗുണ്ടായുസങ്ങളും അരങ്ങേറുന്നു. കോൺഗ്രസ് ആകട്ടെ പണ്ടേ ദുർബലയാണ്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ തണലിൽ ചെന്ന് നിൽക്കാൻ അവിടെ CPMന് സാധിക്കുകയുമില്ല. ഒടുവിൽ കോൺഗ്രസിനെ വിട്ട് CPM അവിടെ ഒരു പരിധി വരെ BJPക്കൊപ്പം ചേരുകയാണ് ഉണ്ടായത്. പിന്നെയുള്ളത് BJPയാണ്. CPMൽ കൊള്ളാവുന്ന, CPMനെ സ്നേഹിച്ചിരുന്ന നല്ല ആൾക്കാർ മുഴുവനും ഒടുവിൽ തൃണമൂലിൻ്റെ അടി പേടിച്ച് BJPയിൽ ചേർന്നു. CPMൽ ഉണ്ടായിരുന്ന ക്രിമിനലുകളും ഗുണ്ടകളും തൃണമൂലിലും. അവരുടെ എണ്ണം കൂടിയതായതുകൊണ്ട് തൃണമൂലിന് അവിടെ കുറച്ചുകൂടി ശക്തിയുണ്ടായി. എന്നാൽ ഈ BJPയിൽ ചേക്കേറിയ CPMകാരാകട്ടെ സാധുക്കളാണ്, നല്ലവരാണ്. അവർ BJPക്കൊപ്പം നിന്നു. BJP ആകട്ടെ അവർക്ക് സംരക്ഷണവും കൊടുത്തു. അങ്ങനെ സുവേന്ദു അധികാരിയെ പോലെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ BJP അവിടെ പതുക്കെ വളർന്നു കയറി. ഇന്ന് 77 സീറ്റുകളുമായിട്ട് പ്രതിപക്ഷത്തിരിക്കുകയാണ് BJP. ബംഗാളിൽ നിന്ന് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ മമത വീഴും. മമതാ സർക്കാരിനെ താഴെ ഇറക്കി അവിടെ BJP അധികാരത്തിൽ കയറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. അതിന് കാരണം മമതയുടെ നഗ്നമായ മുസ്ലിം ന്യൂനപക്ഷ പ്രീണനമാണ്. മുസ്ലിങ്ങൾക്ക് റാലി നടത്താം, പെരുന്നാളുകൾ സംഘടിപ്പിക്കാം, അതിൻ്റെ ഭാഗമായി ആഘോഷങ്ങൾ, പ്രൊസഷനുകൾ ഒക്കെ നടത്താം. പക്ഷേ ഹിന്ദുക്കൾ നവരാത്രി ആഘോഷത്തിൻ്റെ ഭാഗമായി അവിടെ ഇതുപോലെയുള്ള എഴുന്നള്ളിപ്പുകൾ നടത്തിയാൽ അത് നിരോധിക്കും. ഹിന്ദുക്കളുടെ ആഘോഷങ്ങൾക്ക് കൂച്ചുവിലങ്ങിടും. ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾക്ക് മമത പലതരത്തിലുള്ള തടസ്സങ്ങളും സൃഷ്ടിച്ച് അതിൻ്റെ എല്ലാം പണവും അവയുടെ സ്വത്തുക്കളും പിടിച്ചെടുക്കാൻ പല ആവർത്തി ശ്രമിച്ചു. പലപ്പോഴും
കൽക്കട്ട ഹൈക്കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ. ഇങ്ങനെ തലങ്ങും വിലങ്ങും ഈ പറയുന്നത് പോലെ വഖഫ് നിയമ ഭേദഗതി, അതുപോലെ CAA ഒക്കെ വന്നപ്പോൾ മമതയുടെ വീറും വാശിയും നമ്മൾ കണ്ടതാണ്. ബംഗാളിലേക്ക് ഇതൊന്നും കടത്തില്ല എന്ന് മമത ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്തിനു പറയുന്നു? ബംഗ്ലാദേശ് അതിർത്തിയിൽ വേലി കെട്ടാനുള്ള സ്ഥലം എടുത്ത് കൊടുക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് 10 തവണ കത്തയക്കേണ്ടി വന്നു. എന്നിട്ടും അത് ചെയ്തിട്ടില്ല. ഒടുവിൽ പാർലമെന്റിൽ പരസ്യമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായ്ക്ക് ഇത് പറയേണ്ടി വന്നു. എന്നിട്ടും ഫലമുണ്ടായില്ല. ഒടുവിൽ കോടതി ഇടപെട്ടു. കോടതിയുടെ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് അവിടെ ആ അതിർത്തിയിലെ വേലി നിർമ്മാണം പുനരാരംഭിച്ചത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും മമത ബംഗാളിനെ ഒരു ബംഗ്ലാദേശിൻ്റെ ഭാഗമാക്കാനുള്ള സർവ്വ പരിപാടികളും ചെയ്തു കൂട്ടിയിരിക്കുകയാണ് എന്ന് BJP ആരോപിക്കുന്നത് വെറുതെയല്ല. BJPയുടെ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന് വേണം പറയാൻ. അങ്ങനെ ബംഗാൾ ജനതയുടെ എല്ലാ അപ്രീതിയും അസംതൃപ്തിയും സമ്പാദിച്ച ഒരു സാഹചര്യത്തിലാണ് മമതാ സർക്കാർ ഇലക്ഷൻ നേരിടാൻ പോകുന്നത് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ ബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യം BJPക്ക് അനുകൂലമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. മൂന്നാമത്തത് തമിഴ്നാടാണ്. തമിഴ്നാടിൽ DMK ആണ് ഭരിക്കുന്നത്. MK സ്റ്റാലിനാണ് മുഖ്യമന്ത്രി. അദ്ദേഹത്തിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ സനാതന ധർമ്മത്തെ വൈറസായിട്ടും പകർച്ചവ്യാധി പരത്തുന്ന വൈറസായിട്ടാണ് വിശേഷിപ്പിച്ചത്. അവിടെയും സ്റ്റാലിന് വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാലിൻ്റെ മുന്നോട്ടുള്ള രാഷ്ട്രീയ ഭാവി അപകടത്തിലാണെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. അവിടെ BJPക്ക് ഒരു പുതിയ നേതാവിനെ കിട്ടി. അണ്ണാമലൈ എന്ന ആ നേതാവിലൂടെ BJP അവിടെ അടിവെച്ച് കയറുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇന്ന് BJPക്ക് അവിടെ നിന്ന് നല്ല രീതിയിൽ ഒരു ജനപിന്തുണ ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, അവിടെ നടൻ വിജയിൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നു. അണ്ണാ DMK എന്ന ആ പാർട്ടിക്ക് ജയലളിതയുടെ ശരീരത്യാഗത്തോടുകൂടി വലിയ ഇടർച്ച നേരിട്ടെങ്കിലും പേരിനെങ്കിലും ഇന്നവർ ബാക്കിയുണ്ട്. അത്യാവശ്യം പോരാട്ടം കാഴ്ചവെക്കാൻ അവർക്ക് കഴിയും. ഇന്നിപ്പോൾ BJPയും അണ്ണാ DMKയും കൂടി ഒരു മുന്നണിയായി നിന്ന് അവിടെ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതേസമയം വിജയ് ഇപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. വിജയ് തമിഴ് വെട്രി കഴകം എന്നൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ വിജയിനെ പരാജയപ്പെടുത്താനും ഒതുക്കാനും സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ വലിയ ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ വിജയ് അതിലൊന്നും അടിപതറാതെ മുന്നോട്ട് പോകുന്നു ധൈര്യസമേതം. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം പ്രവചിക്കുക എളുപ്പമല്ല. സ്റ്റാലിനോട് അവിടെ ജനങ്ങൾക്ക് ഭരണവിരുദ്ധ വികാരം ജനങ്ങളിൽ ശക്തമാണ്. പക്ഷേ അവർ സമയമാകുമ്പോൾ ആർക്ക് വോട്ട് ചെയ്യും എന്ന് ഇപ്പോൾ പ്രവചിക്കുക ബുദ്ധിമുട്ടാണ്. ഈ വിജയിൻ്റെ കടന്നുവരവും അണ്ണാമലയുടെ വളർച്ചയും DMKക്ക് വലിയ വെല്ലുവിളിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. AIADMK ആകട്ടെ പതുക്കെ ഒരു മൂലയ്ക്ക് ഒതുങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ തമിഴക രാഷ്ട്രീയത്തിന്, ദ്രവീഡിയൻ രാഷ്ട്രീയത്തിന് വലിയ മാറ്റങ്ങൾ അവിടെ സംഭവിക്കുന്നു. ഈ പറഞ്ഞതുപോലെ ഒരു വശത്ത് BJPയുടെ വളർച്ചയും മറുവശത്ത് പുതിയ ഒരു താരോദയം, ഒരു രാഷ്ട്രീയ താരോദയം, വിജയ് എന്ന ഒരു സൂപ്പർ നടൻ്റെ നേതൃത്വത്തിൽ ഒരു പാർട്ടി രൂപീകരിച്ചുകൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയ താരോദയം സംഭവിച്ചിരിക്കുന്നു. തമിഴ് ജനത പൊതുവെ താരാരാധനയിൽ മതിമറക്കുന്ന ഒരു ജനതയാണ് എന്ന് നമുക്കറിയാം. അങ്ങനെയാണല്ലോ MGR അടക്കമുള്ളവർ അവിടെ മുഖ്യമന്ത്രി കസേരയിൽ എത്തിയത്. ജയലളിതയ്ക്ക് തമിഴ്നാട് ഭരിക്കാൻ സാഹചര്യമൊരുക്കിയത് അതൊക്കെയാണല്ലോ. ഇവിടെയും സ്ഥിതി വ്യത്യസ്തമല്ല. ഈ കാലത്തും വിജയ് ഒരു പക്ഷേ നാളെ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായാൽ അത്ഭുതപ്പെടേണ്ട, അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ ഈ വിജയും അണ്ണാമലയും ഉയർത്തുന്ന വെല്ലുവിളിയെ എങ്ങനെ സ്റ്റാലിൻ നേരിടും എന്ന ചോദ്യമാണ് ഉയരുന്നത്. സ്റ്റാലിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണം വലിയ തിരിച്ചടിയാണ്. അല്ലെങ്കിൽ DMKക്ക് അവരുടെ ആ വിജയത്തിൻ്റെ തോത്
അവരുടെ ആ ഭരണം പിടിച്ചെടുക്കാനുള്ള ആർജവം അതൊക്കെ ചോർത്തിക്കളഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഭരണവിരുദ്ധ വികാരം തമിഴ്നാട്ടിൽ ഉണ്ട്. എന്തായാലും ഈ 3 സംസ്ഥാനങ്ങളിലെയും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. കേരളം നമുക്ക് പ്രത്യേകിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് കേരളത്തിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. മറിച്ച് ആസാമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ BJP തുടരും. ബംഗാളിൽ അധികാരം തൃണമൂലിൽ നിന്ന്, മമതയിൽ നിന്ന് BJP പിടിച്ചെടുക്കും. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ ഭാവി പ്രവചിക്കാൻ കഴിയാത്ത വണ്ണം സ്ഥിതിഗതികൾ, രാഷ്ട്രീയ സാഹചര്യം സങ്കീർണമാണ്. അവിടെ എന്തും സംഭവിക്കാം. സ്റ്റാലിൻ്റെ പരാജയം ഏതാണ്ട് സംഭവിക്കും എന്നവിടെ തീർച്ചയാണ്. പക്ഷേ ആരവിടെ അധികാരത്തിൽ വരും എന്ന് ഇപ്പോൾ നമുക്ക് പ്രവചിക്കാൻ സാധ്യമല്ല. അത് വിജയ് വരാം. BJPയുടെയും അണ്ണാ DMKയുടെയും പിന്തുണയോടുകൂടി ഒരു പക്ഷേ വിജയ് അവിടെ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയാണ്.